സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ലോകം കരുതിയപ്പോൾ അത് കേവലം ഒരു കാർമേഘം മാത്രമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഉദിച്ചുയർന്നത്. പ്രായം 41-ൽ എത്തി നിൽക്കുന്നു. കാലം അവനെ ഓർമ്മകളിലേക്ക് വിരമിക്കാൻ നിർബന്ധിക്കുന്നു. വിമർശകരുടെ കൂരമ്പുകൾ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു. അയാൾ ക്യാമറ കണ്ണുകളിലേക്ക് അതേ സമയം നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഐ ആം ബാക്ക്." ഇത് വെറും ഒരു പ്രഖ്യാപനമായിരുന്നില്ല, കാൽപന്ത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാളിയുടെ ഉയർത്തിയെഴുന്നേൽപ്പ് കൂടിയായിരുന്നു. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന 2026 ലോകകപ്പിലെ ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളുകളുടെ തകർപ്പൻ വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയപ്പോൾ അതിൽ 2 ഗോളുകൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ തിരുത്തിക്കുറിച്ചത് ഫുട്ബോൾ ചരിത്രത്തിലെ അവിശ്വസനീയമായ കുറെ ഏടുകളാണ്. ലോകകപ്പിന്റെ 6 പതിപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമെന്ന സുവർണ നേട്ടം അയാൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തു. ഈ ലോകകപ്പിന് പോർച്ചുഗൽ ബൂട്ട് കെട്ടുമ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടത് പ്രശംസകളേക്കാൾ കൂടുതൽ സംശയങ്ങളായിരുന്നു. പ്രായം 41-ൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 10 രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു ഗോൾ പോലുമില്ല. കോങ്കോക്കെതിരെ ആദ്യ മത്സരത്തിലെ പിഴവുകൾ. അങ്ങനെ വിമർശകർ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അന്ത്യകൂദാശക്ക് കാത്തിരിക്കുകയായിരുന്നു. റൊണാൾഡോയുടെ സാന്നിധ്യം ടീമിന്റെ ചടുലതയെ ബാധിക്കുന്നുവെന്നും കോച്ച് റോബർട്ടോ മാർട്ടിനസ് അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തണമെന്നും സ്ഥിതിവിവര കണക്കുകൾ നിരത്തി പലരും വാദിച്ചു. അതെ, ആ ചരിത്ര നേട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ദിവസങ്ങൾ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണങ്ങളുടേതായിരുന്നു. ഗ്രൂപ്പ് കെയിലെ ആദ്യ മത്സരത്തിൽ കോങ്കോയോട് 1-1 എന്ന നിലയിൽ പോർച്ചുഗൽ സമനില വഴങ്ങിയപ്പോൾ പഴി മുഴുവൻ കേട്ടത് ആ 41-കാരനായിരുന്നു. അതേസമയം ആദ്യ 2 ആഴ്ചകളിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി, ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ, നോർവേയുടെ എർലിംഗ് ഹാലൻഡ്, ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ, ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ തുടങ്ങി ലോകോത്തര താരങ്ങൾ തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ റൊണാൾഡോയ്ക്ക് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായി. എന്നാൽ പ്രതിസന്ധികളെ തന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുന്ന റൊണാൾഡോക്ക് ഈ വിമർശനങ്ങൾ ഒരു ഊർജമായി മാറുകയായിരുന്നു. കാത്തിരുന്നവർക്കും കുറ്റപ്പെടുത്തിയവർക്കുമുള്ള മറുപടി നൽകാൻ റൊണാൾഡോക്ക് വേണ്ടി വന്നത് വെറും 6 മിനിറ്റുകൾ മാത്രമാണ്. ജാവോ കാൻസലോയുടെ കൃത്യതയാർന്ന ക്രോസ് തകർപ്പൻ പ്രകടനത്തിലൂടെ വലയിലെത്തിച്ചപ്പോൾ ലോകം ആ ഗോളടി യന്ത്രത്തിന്റെ വിശ്വരൂപം വീണ്ടും കണ്ടു. മൈതാനത്തിന്റെ കോണിലേക്ക് ഓടിയെടുത്ത് വായുവിൽ ഉയർന്നു ചാടി കൈകൾ ഇരുവശത്തേക്കും വീശി അദ്ദേഹം ആ പതിവ് സിംഹഗർജനം വീണ്ടും മുഴക്കി. തുടർന്ന് 39-ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ പാസ് അതിമനോഹരമായി ഫിനിഷ് ചെയ്തുകൊണ്ട് അയാൾ പോർച്ചുഗലിന്റെ ലീഡ് വീണ്ടും ഉയർത്തി. ഉസ്ബെക്കിസ്ഥാൻ താരം അബ്ദുൽ ഖോദിർ ഗുസനോവിന്റെ ഗോൾ ലൈൻ സേവ് ഇല്ലായിരുന്നുവെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ ലോകകപ്പ് ചരിത്രത്തിലെ മറ്റൊരു ഹാട്രിക് കൂടി റൊണാൾഡോയുടെ പേരിൽ കുറിക്കപ്പെടുമായിരുന്നു.